എന്താ നമുക്ക് പറയേണ്ടതറിയില്ല. അത്രയും ആത്മാർത്ഥമായ രീതിയിൽ അല്ല കഥ പറയുന്നുണ്ട്. അല്ല അതല്ല, എന്താന്ന് വെച്ചാൽ ഇത്രയും സന്തോഷങ്ങളും കയറി. എന്റെ ഭർത്താവിന് തന്നെ സ്ട്രോക്ക് വന്നതാണ്. അത് അക്കരക്ക് ആ ഒരു ടൈമിൽ ഒരു 6 മണിക്കൂർ അക്കരക്ക് എത്തിച്ചേരുന്നെങ്കിൽ ആ തളർന്നു പോകില്ലായിരുന്നു. പുള്ളിക്ക് തന്നെ ഒരു വിഷമാണത്. അങ്ങനെ എനിക്ക് സംഭവിച്ചല്ല, ഒരു 6 മണിക്കൂറിന് മുമ്പ് എന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചേരുന്നെങ്കിൽ എനിക്ക് നിഗതി വരില്ലെന്ന് ആര് വന്നാലും. കല്യാണത്തിനോട് പെണ്ണ് ചോദിച്ചു വന്നു കഴിഞ്ഞ സമയത്ത് ബോട്ടിന് അവരക്കരെ നിൽക്കുന്നു. അത് ഇവിടെ അല്ല, പറവൂര് കിഴക്കൊന്നുള്ള അക്കരെ നിൽക്കുന്ന സമയത്താണ് ബോട്ട് പോകുന്നത്. പിന്നെ ആ പെണ്ണ് കാണാൻ വരലെ കുറിച്ച് നിങ്ങൾക്ക് വല്ലതും ചിന്തിക്കാവുന്നതല്ലേ. ആ പെണ്ണിനെ കെട്ടിക്കൊണ്ടുപോയാലുള്ളൊരവസ്ഥ അറിയാലോ. അവർക്കൊന്ന് വരാനോ പോകാനോ ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ബോട്ട് ഇവിടെ പൂത്തോട്ടെ വന്ന് കിടന്ന് 2 മണിയൊക്കെ ആയപ്പോൾ വന്നിട്ട് നേരം വെളുക്കുന്നവരെ ബോട്ട് വരുന്നത് വരെ ഞങ്ങൾ പൂത്തോട്ടെ ആ വണ്ടിയിൽ തന്നെ ഇരുന്ന് നേരം വെളുപ്പിച്ചിട്ടാണ് ഞങ്ങൾ ഇക്കരക്ക് കിടന്നത്. എൻ്റെ മക്കൾ ജെട്ടിയിലൊക്കെ കിടന്നിട്ടുണ്ട്. രാവിലെ വരാനായിട്ട് വരാൻ പറ്റാതെയൊക്കെ ജെട്ടിയിൽ കിടന്നിറങ്ങിയിട്ട് രാവിലെ വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ പാലത്തിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ മനസ്സിനിപ്പോൾ എന്തെന്നില്ലാത്ത ആനന്ദമാണ്. ഞാൻ മരിച്ചു പോയിരുന്നെങ്കിൽ എനിക്കിത് കാണാൻ പറ്റില്ലായിരുന്നു. ഇനി 7-8 ദിവസമുണ്ട്. ആ ദിവസവും ഞാൻ ജീവിച്ചിരിക്കണേ എന്നുള്ള ഒരു അത്രക്ക് സന്തോഷമുണ്ട്. വാഹനയിലും നടന്നു പോകല്ല. കാരണം ഞങ്ങളുടെ നാട്ടിലേക്ക് ഞങ്ങൾക്ക് ധൈര്യമായിട്ട് ഞങ്ങളുടെ നാട്ടിലേക്ക് ഞങ്ങളുടെ പാലത്തെ കൂടി ഞങ്ങൾക്ക് നടന്നു വരാമെന്നുള്ളൊരു ആത്മവിശ്വാസമാണ്. അത് ഞങ്ങളുടെ ഗവൺമെൻറ്, അതായത് ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെൻറ് നല്ല രീതിയിൽ നടത്തി. ഒരിക്കലും വിചാരിക്കാത്ത, പറയാൻ പറ്റില്ല, ഒരിക്കലും വിചാരിക്കാത്ത ഒരു സംഭവം. ഞങ്ങളെ ആക്രമിക്കുന്നവരുണ്ടാവും, വിമർശിക്കുന്നവരുണ്ടാവും. അവരാ വഴിക്ക് പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല. ഞങ്ങളെ ബാധിക്കുന്ന കാര്യം ഈ നാടിന്റെ പ്രശ്നങ്ങളാണ്. ഈ നാടിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ചുമതലയേറ്റവരാണ് ഞങ്ങൾ. ആത്മധൈര്യത്തോടെ ഞങ്ങൾക്ക് പറയാൻ കഴിയും, ആ ചുമതല ഞങ്ങൾ നിറവേറ്റുക തന്നെ ചെയ്യും.